ലോക യോഗ ദിനത്തിൽ യോഗയുടെ പ്രശസ്തി ഉയർത്തി രാജ്യത്തെ ആദ്യത്തെ യോഗ ഗ്രാമമായ കുന്നന്താനത്ത് യോഗ ഡാൻസ് നടന്നു. പ്രായമായവർ ഉൾപ്പെടെ നിരവധി പേരാണ് യോഗ ഡാൻസിൽ പങ്കാളികളായത്. പുരാതന ഭാരതീയ സമ്പ്രദായമായ യോഗ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുമിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒന്നായ കാരണം ഭാരതീയ സംസ്കാരത്തിൽ യോഗയ്ക്ക് പ്രഥമമായ സ്ഥാനമാണുള്ളത്. ഒപ്പം കുന്നന്താനം ഗ്രാമപഞ്ചായത്തിനും. രാജ്യത്തെ തന്നെ ആദ്യത്തെ യോഗ ഗ്രാമമായ കുന്നന്താനത്ത് യോഗയുടെ പ്രശസ്തി വലുതാണ്. ഇപ്പോഴും ഇവിടെ യോഗ ഒരു നിത്യാഭ്യാസമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശരീരവും മനസ്സും ഒന്നാകുന്ന യോഗ കുന്നന്താനത്തിൻ്റെ ജീവവായുവായി നിലനിൽക്കുകയാണ്. 2016 കുന്നന്താനം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച യോഗയെ രാജ്യത്തെ ആയുഷ് വകുപ്പ് അംഗീകരിക്കുകയും 2017 കുന്നന്താനം ഗ്രാമത്തെ യോഗ ഗ്രാമമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ കുന്നന്താനത്തെ യോഗയെ രാജ്യം അറിയപ്പെട്ടു തുടങ്ങി. MG ദിലീപ് എന്ന യോഗാചാര്യനാണ് കുന്നന്താനത്തിൻ്റെ മണ്ണിൽ യോഗയുടെ ചുവടുറപ്പിച്ചത്. അതിന് നേതൃത്വം നൽകിയത് രാഷ്ട്രീയവും ആരോഗ്യ പരിപാലനവും ഒന്നുപോലെ കൊണ്ടു നടക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK രാധാകൃഷ്ണക്കുറുപ്പാണ്. രാധാകൃഷ്ണക്കുറുപ്പ് ഇപ്പോൾ പ്രസിഡന്റ് അല്ലെങ്കിലും 9 വർഷമായി ഇവിടെ ഇടവിടാതെ യോഗ പരിശീലനം നടന്നു വരികയാണ്. ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അമ്പലമുറ്റത്തും പള്ളി ഓഡിറ്റോറിയത്തിലും യോഗ അഭ്യാസത്തിൻ്റെ വേദികളായി മാറി. കുന്നന്താനത്തെ 15 വാർഡുകളിലെ ഭൂരിപക്ഷം വീടുകളിലും യോഗ അഭ്യസിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. യോഗയിൽ ശ്വാസോച്ഛ്വാസം, ധ്യാനം, ലളിതമായ ആസനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. യോഗ പരിശീലിക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതുകൂടാതെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇതോടൊപ്പം ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ആത്മീയ വളർച്ച ഉണ്ടാക്കുന്നതിന് കാരണമാക്കുകയും ചെയ്യും. യോഗാ ദിനത്തിൻ്റെ ഭാഗമായി കുന്നന്താനം ഗ്രാമപഞ്ചായത്തിൻ്റെയും ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുതിർന്നവരുടെ യോഗ ഡാൻസ് നടത്തി. നിരവധി പേർ യോഗയിൽ പങ്കാളികളായി. ഇതിൻ്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്ത് നിർവഹിച്ചു. യോഗ സൗഖ്യം തരുന്നു, ശാന്തി തരുന്നു, മനസ്സിനെ ഒരുക്കുന്നു, രോഗങ്ങളെ അകറ്റുന്നു, പ്രതിസന്ധികളെ അതിജീവിപ്പാൻ ഉള്ളതായ ഒരു കഴിവ് നമ്മൾ വീണ്ടെടുക്കുന്നു. ഇതാണ് യോഗയുടേതായ പ്രധാന. നമുക്കറിയാം 2015 ജൂൺ മാസം 21 അതിനുശേഷമുള്ള ഒരു കാലഘട്ടം, 15 മുതൽ 20 കാലഘട്ടത്തിലുള്ളതായ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയ ആളാണ് നമ്മുടെ കുറുപ്പേട്ടൻ. 2017 നമ്മുടെ കുന്നന്താനത്തെ യോഗയുടെ പ്രോഗ്രാംസ് നടത്തി. അഖിലേന്ത്യാ തലത്തിൽ യോഗാഗ്രാമമായിട്ട് പേരെടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ കുന്നന്താനത്ത് കഴിച്ചു. PC ടെസ്റ്റിൽ പോലും ഉണ്ട്, അത് ചോദിക്കുന്നുണ്ട്. ഉണ്ട്. അതിൻ്റെ വാർത്തകൾ ലോകം മുഴുവൻ എത്തിച്ചു. യോഗാചാര്യനായിട്ട് നമ്മുടെ പ്രവർത്തിച്ചതായ ദിലീപിനെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ഏകദേശം 15,000 പേർക്ക് നിരന്തരമായി ട്രെയിനിങ് കൊടുത്തു. അങ്ങനെ നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നത്. വലിയൊരു സമ്മേളനമായിരുന്നു നമ്മൾ അന്ന് കുന്നന്താനം NSS ഗ്രൗണ്ടിൽ വെച്ച് നടന്നത്. അത്ര മനോഹരമായിരുന്നു. എന്നാൽ പിന്നീട് അതെല്ലാം താഴോട്ട് വന്ന് വിവിധ വാർഡുകളിലേക്കായി ഇപ്പം ക്ലബ്ബുകൾ രൂപീകരണമായി, അല്ലേ? എല്ലാ 15 വാർഡ് ക്ലബ്ബുകൾ രൂപീകരണമായി എന്ന് വിശ്വസിക്കുന്നു. ക്ലബ്ബുകൾ രൂപീകരണമായി. പക്ഷേ ഇന്നത്തെ ഒരു വ്യത്യസ്തത ഇവിടെ ഉണ്ട്. എന്താ വ്യത്യസ്തത? ഇന്ന് ഡാൻസ് കൊണ്ടാണ് പറയുന്നത്. മനോഹരമായ ഡാൻസ് ഉണ്ട്, അല്ലേ? മനുഷ്യൻ്റെ മാനസികവും ശാരീരികവുമായ എല്ലാ കഴിവുകളും ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നില്ല, ചെറിയ ഭാഗം ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതെന്തിനാണ് ഈ യോഗയിൽ കൂടി നമ്മൾ വീണ്ടെടുക്കുന്നത്? നമ്മുടെ ആരോഗ്യമാണ്. ആ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ഒരു ദർശനം കൊടുക്കാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് അംഗം KK രാധാകൃഷ്ണക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. ഞാൻ ഉദ്ദേശിച്ചതിലും വളരെ ഭംഗിയായിട്ട് എല്ലാവരും യോഗ ഡാൻസ് ചെയ്തു, യോഗ ചെയ്തു. ആ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കി ചെയ്യുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കൂടുതൽ ആൾക്കാർ വരട്ടെ. അടുത്ത വർഷങ്ങളിൽ നമുക്കിത് വലിയ വിപുലമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെ പണ്ട് നടത്തിയ പോലെ തന്നെ പങ്കെടുപ്പിച്ച് കുന്നന്താനം സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വളരെ മനോഹരമായിട്ട് നടത്തണമെന്നൊരാഗ്രഹം ഉണ്ട്. അത് എല്ലാ വാർഡുകളിലും വിപുലമായിട്ട് ഇതുപോലെ സംഘടിപ്പിച്ച് നടത്തണം. ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അഞ്ജന യോഗയുടെ ഗുണങ്ങൾ വിശദമാക്കി. 2023 മുതൽ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ ആവുകയും അതിനോട് ചേർന്ന് ഒരു യോഗ ഇൻസ്ട്രക്ടറെ നിയമിക്കുകയും ചെയ്തു. അന്ന് മുതൽ നമ്മളിവിടെ
എല്ലാവർക്കും, അതായത് പറ്റുന്ന പോലെ യോഗ ക്ലബ്ബുകൾ വഴിയും അല്ലാതെ സ്ഥാപനം വഴിയും യോഗ അഭ്യസിച്ച് വരുന്നു. ആരോഗ്യ പരിപാലനത്തിനും കൂടാതെ രോഗങ്ങൾക്കനുസരിച്ച് തെറാപ്യൂട്ടിക് യോഗ സ്ഥാപനത്തിൽ വെച്ച് നടന്നു വരികയാണ്. അപ്പോൾ ഇന്നിപ്പോൾ 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനവുമായി അനുബന്ധിച്ചുള്ള യോഗ ദിന ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ 2 വർഷം കൊണ്ട് വളരെ നല്ലൊരു യോഗ ടീം തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ എല്ലാ ദിവസവും രാവിലെ 9:30 തൊട്ട് 11 മണി വരെ എല്ലാ ദിവസവും യോഗ ഇൻസ്ട്രക്ടർ വീണയുടെ കീഴിൽ യോഗ പരിശീലിച്ച് വരുന്നു. യോഗ ഇൻസ്ട്രക്ടർ വീണ VP, ഗുരുപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു.